ചെല്ലാനം മർച്ചന്റ്സ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ ചെല്ലാനത്തെ സാധാരണക്കാരായ വ്യാപാരികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി മാറുന്ന ഒന്നാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് അഭിപ്രായപ്പെട്ടു. മർച്ചന്റ്സ് യൂണിയന്റെ 48ാമത് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ KJ മാക്സി MLAയെയും ജില്ലാ കമ്മിറ്റിയിലെ പുതിയ ഭാരവാഹികളെയും ആദരിച്ചു. മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വന്ന് ഇപ്പോൾ തന്നെ നമ്മൾ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം, റോഡ് വികസനം ആറുവരി പാതയും മറ്റൊക്കെ വരുമ്പോൾ രണ്ട് വശവും വലിയ ഭിത്തി കെട്ടി വേർതിരിച്ചിട്ട് അതിലേ കൂടി മാത്രം സഞ്ചരിക്കാം. ഇപ്പറേ അപ്പനും എങ്ങേ വശത്ത് മകനും മുഖാമുഖം നോക്കി വീട്ടിലിരുന്നാൽ കാണാവുന്ന മാതിരി ജീവിച്ചിരുന്നവർക്ക് കിലോമീറ്റർ കറങ്ങി വേണം അപ്പനെ കാണാൻ മോന് വരണമെങ്കിൽ. അതേ രീതിയിൽ വേലി കെട്ടി തിരിച്ചിരിക്കുക. ആ പ്രദേശത്ത് കച്ചവടം ചെയ്യുന്നവർ ആൾസഞ്ചാരമില്ലാതെ വന്നതുകൊണ്ട് തന്നെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് അവരൊരു വേറൊരു സമൂഹത്തിലേക്ക് മാറിപ്പോയി, കച്ചവടം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോയി. ശരിക്കും പറഞ്ഞാൽ പിച്ചക്കാരായി എന്ന് പറയാം. ഇതിനൊന്നിനും ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനില്ല. നമ്മളിപ്പോൾ ഇത് ഈ ഏകോപന സമിതി എന്ന് പറയുന്ന സംഘടന രൂപം കൊണ്ടിട്ട് 44 കൊല്ലമായി. ഇതുവരെ നമ്മൾ കൊടുത്ത കാശും നമ്മൾ കൊടുത്ത നോട്ടും കൊണ്ടാണ് ഈ സംസ്ഥാനം ഭരണം നടത്തി കൊണ്ടുപോകുന്നത്. ചെല്ലാനം മർച്ചന്റ്സ് യൂണിയൻ പ്രസിഡന്റ് PT മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്യാത്ത്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി AJ ഡൊമിനിക്, KT ജോസഫ്, KJ ബെൻസി എന്നിവർ സംസാരിച്ചു. ചെല്ലാനത്തുള്ള മുഴുവൻ കച്ചവടക്കാരെയും പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ചെല്ലാനം മർച്ചന്റ്സ് അസോസിയേഷൻ. ഞാൻ MLA വന്നപ്പോഴാണ് പറയുന്നത് ഇവിടുത്തെ MLA ഇതിൻ്റെ രക്ഷാധികാരി ആയിരിക്കും എന്നുള്ളതാണ്. അന്ന് വാവച്ചൻ അങ്ങനെ അന്ന് മുതൽ 2016 മുതൽ ഞാൻ ഇതിൻ്റെ രക്ഷാധികാരിയാണ്. പല സന്ദർഭങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഇതിന്റെ ഭാരവാഹികൾ ഇപ്പോൾ മൈക്കിൾ വന്നതിന് ശേഷം വളരെ സജീവമായിട്ട് നമ്മുടെ ഈ സംഘടന മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം നേരിട്ടൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് മൈക്കിൾ പറഞ്ഞത് ഒരുപാട് പൈസ കൊടുത്ത് കിട്ടാനുണ്ട്, അതൊക്കെ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇടപെടൽ വേണം. അത് കളക്ട് എടുത്താൽ മാത്രമാണ് തിരിച്ചും അംഗങ്ങൾക്ക് അവരുടെ സഹായത്തിന് പൈസ കൊടുക്കാൻ കഴിയുന്നുള്ള അങ്ങനെ വലിയൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു സന്തോഷമുള്ളത് ഇപ്പോൾ മൈക്കിൾ കണക്ക് പറഞ്ഞത് 7 കോടിയിലധികം രൂപ തിരിച്ചു പിടിക്കുകയും അത്ര തന്നെ തുകകൾ തന്നെ അംഗങ്ങൾക്കായിട്ട് ധനസഹായമായിട്ടും മറ്റ് ലോണൊക്കെ ഇടയ്ക്ക് തിരിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. 48 വർഷങ്ങളെന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. ആദ്യ കാലഘട്ടത്തിലേക്ക് ഞാൻ ഏതാണ്ട് 25 വർഷമായിട്ട് നിങ്ങളുടെ യോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ പുരോഗതിയും ചില പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ നിങ്ങൾ വിലയിരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. അതിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഏക അവസരമാണ് വാർഷിക പൊതുയോഗം. കൃത്യമായി അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അതിന് മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ PT മൈക്കിൾ ചുമതലയേൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞത് വളരെ തകർച്ചയുടെ ഒരു വക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ യൂണിറ്റിൽ നിന്നാണ്. കാരണം ഒരുപാട് പണം കിട്ടാനുണ്ട്, ഒരുപാട് പണം കൊടുക്കാനുണ്ട്, കുറച്ച് മുതലുണ്ട്, ബാക്കി മുഴുവൻ നാട്ടുകാരുടെ കയ്യിലാണ്. ഞാനെപ്പോഴും മൈക്കിളിന് കൊടുക്കുന്ന നിർദ്ദേശം ഒന്നായിരുന്നു, നമ്മൾ വിശ്വസിച്ച് ജനങ്ങൾ പണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഏത് മാർഗമാണെങ്കിലും തരാനുള്ളവരുടെ കാശ് മേടിച്ചേ പറ്റുള്ളൂ. ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ആ പണം വാങ്ങിച്ച് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് മൈക്കിളും ഒപ്പം തന്നെ ഡൊമിനിക്കും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത്. കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. റിജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ചെല്ലാനം.